ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. കഴിഞ്ഞ വീഡിയോ എൻ്റെ ചെയ്തിട്ട് ഇപ്പോൾ എത്ര മാസമായിരുന്നു എനിക്കറിയാൻ പാടില്ല. സംഭവം ഇച്ചിരി എനിക്ക് ബിസി ആയിരുന്നു സത്യം പറഞ്ഞ. ഇപ്പം എക്സാം കഴിഞ്ഞതിന് ശേഷം ഇനി എന്തായാലും വീഡിയോ തുടങ്ങാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇച്ചിരി മെച്ചൂർഡായില്ലേ ഗൈസ്, എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ അന്ന് ആ വേൾഡ് ഉണ്ടാക്കിയിട്ട് മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ചെയ്ത് എനിക്കിത് തന്നെയുള്ളൂ പണി എന്നാണ് നിങ്ങളുടെ വിചാരം. അപ്പോൾ ആ വേൾഡ് പോയി ഞാൻ വീണ്ടും തുടങ്ങി. ഇപ്പോൾ വീടുണ്ടാക്കി, പിന്നെ ഇച്ചിരി ഫാംസൊക്കെ ഉണ്ടാക്കി. ഫാംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, ഫാമൊക്കെ ഉണ്ടാക്കി നമുക്ക് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഫാംസാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡിയാണോ എൻ്റെ വീട് കാണാൻ? ഞാൻ മാത്രം ഉണ്ടാക്കിയതല്ല, ബൈ ദ വേ എൻ്റെ കൂടെ ഇപ്പോൾ കളിക്കാൻ അപ്പെക്സ് ഡൈനാം ഉണ്ട്. അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീടാണ്. 3, 2, 1 ഗോ. എവിടെയാണ്? അതെ, ഇതാണ് കേസ് നമ്മുടെ വീട്. അങ്ങനെയുണ്ട് കമൻറ്റ്. ഇത് ഡിസൈനൊക്കെ ഞാനും അവനും കൂടി ഒരുമിച്ച് ചെയ്തതാണ്. പിന്നെ ഉണ്ടാക്കിയപ്പോഴും അവനെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ പേരൊക്കെ അവനിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അതിൻ്റെ ചുറ്റിലും കാണിച്ചു തരാം ഫസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് വീട്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ഫാംസാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. വലുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയത് വുഡ് ഫാമാണ്. സ്പ്രൂസ് നമുക്ക് അവിടെ നിന്ന് അന്ന് കിട്ടിയത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാകുന്ന പറഞ്ഞുകൂടാ. അപ്പുറത്തൊരു ഐലൻഡുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. അതെൻ്റെ ഉണ്ടാക്കിയത് സൈന്യം. അതിൻ്റെ പേരെന്താ? സ്വീറ്റ് ബെറീസ്. അതാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അങ്ങാടെ പോകുമ്പോൾ അവിടെ എന്ത് പറഞ്ഞാവും, ഇവിടെ നമ്മുടെ പശുക്കിടാങ്ങളും പിന്നെ ആട്ടുംകുട്ടിയും സംഭവമൊക്കെ. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി, നമുക്ക് തിന്നാൻ വേണ്ടി ഇവിടെ വീട്ടല്ലേ കളിച്ചിട്ടും മനസ്സിലാവാനുള്ള കേസ് എത്ര ഭാഷയായിരുന്നു അവരൊക്കെ കളിച്ചിട്ട് ആർമ കിട്ടില്ല. ഓക്കെ, വീറ്റിൻ്റെ ഫാമുണ്ട്. അയ്യോളത്തിൽ പോയി. ഓക്കെ, ഇനി ഞാനിപ്പോൾ മെയിനായിട്ട് നന്നായിക്കണമെന്ന് പറഞ്ഞാൽ കൊബിൾ സ്റ്റോൺ ഫാം ഉണ്ടാക്കണം നമുക്ക്. അതെന്തിനാണെന്ന് വെച്ചാൽ മോ ഫാം ഉണ്ടാക്കാനാണ്. നമുക്ക് ഗൺ പൗഡർ വേണം. നമുക്ക് മാക്സിമം കുറേ ഗൺ പൗഡർ ഒപ്പിച്ചിട്ട് വേണം TNT ഒക്കെ ഉണ്ടാക്കി നെതറായിട്ട് മൈൻഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇവിടെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. നമുക്കിപ്പോൾ ഇതൊക്കെ ഒന്ന് ഇവിടെ പാക്കട്ടെ. പിന്നെ നിങ്ങളൊന്ന് മിസ് ചെയ്തു ഗൈസ്. മിസ്സൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ആരും കമൻറ്റ് ടൈപ്പ് ആരൊക്കെ മിസ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. ഇത്ര മണി മതിയാകും ആയിരിക്കും. ഇവിടെ ഒന്ന് വലുതായി കൊടുക്കുന്നത്. അതല്ല ഓക്കെ, അപ്പം നമുക്ക് അത് ഉണ്ടാക്കാല്ലേ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല, ഞാൻ പയ്യെ ഉണ്ടാക്കണം. ഞാൻ വീഡിയോ ആക്കിയിടാം വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ?
സോ ഗൈസ് ഫാം ഉണ്ടാക്കി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മൈനാക്കുക, അപ്പുറത്തു നിന്ന് മൈനാക്കാൻ പറ്റും. നമുക്ക് വലുപ്പമായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഞാൻ ഔട്ട്പുട്ടൊക്കെ ഇവിടെ കിട്ടും. ഔട്ട്പുട്ടാണ് ഇൻപുട്ടാണ്, എന്തെങ്കിലും പുട്ടാവട്ടെ, ഒരു പുട്ട് അതിനകത്തൊന്ന് അതൊക്കെ തന്നെ. ഇവിടെ നിന്ന് മൈനാക്കിയത് അപ്പുറത്തുനിന്ന് മൈനാക്കാറുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടി സ്പീഡ് കിട്ടും. പക്ഷെ ഒരാളും കൂടി വേണം, അതും വരും. ഇപ്പോൾ നൈറ്റാണ് ഞാനിപ്പോൾ വീട് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ അവനില്ലാത്തത്. നമുക്ക് എന്തായാലും വീടിൻ്റെ ഉള്ളിൽ കാണിച്ചിരുന്നത്, അതായത് വീടിൻ്റെ അകം അതാണ് കാണിച്ചിരുന്നത്. പുറമേ നിങ്ങൾ കണ്ടേന്, അകത്ത് കയറുമ്പോൾ ഒരാളൊന്നും കയറില്ല. ഇവിടെ ചുമ്മാ ഒരു ഹാളിൽ സംഭവം. ഇതും പുതിയ വീടും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. എന്നാലും കോപ്പി അടിച്ചില്ല അതൊക്കെ കോപ്പി അടിച്ചില്ല. ഓക്കെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കിച്ചണാണ്. ഇവിടെ ഒരു ഫോട്ടോ. ഇവിടെ നിന്ന് മേലോട്ട് കയറിയാൽ ഇവിടെ സ്റ്റോറേജ് റൂമുണ്ട്. സ്റ്റോറേജ് റൂമിൽ കുറേ ഐറ്റംസ് ഒക്കെ വെക്കാം. എന്തിനാണെന്ന് അറിഞ്ഞൂടെ ഇത്രയും ചെസ്റ്റൊക്കെ അടക്കി വെച്ചേക്കണത്. ഞാൻ തന്നെയാണ് വെച്ചത്. ഞാൻ ഇവിടുത്തെ ബെഡ് ഞാനിപ്പോൾ പറക്കി കൊണ്ടുപോയി. അതെനിക്ക് ഇപ്പോൾ ഇതാണ് ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. അതായത് ഞാനൊരു മാസ്റ്ററാണല്ലോ, അത് ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം അത്രേ ഉള്ളൂ. എൻ്റെ ബുദ്ധി വീണാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. പിന്നെ എൻ്റെ മേലിൽ ചിമ്മിനി കൂടി വെക്കാനുണ്ട്, അത് ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തോളാം. പിന്നെ എൻ്റെ പെറ്റ്സിനെ കാണിച്ചുതരാം. ഇതെൻ്റെ കുതിര, വെള്ളക്കുതിര. ഇതൊക്കെ വെള്ളയാണ്. ഇതപ്പം എൻ്റെ കുതിര നീല. ഇത് അവൻ്റെ കുതിര അപ്പക്സിൻ്റെ. പിന്നെ ഇതെൻ്റെ പട്ടി, ഇതവൻ്റെ പട്ടി. എൻ്റെ പട്ടി അവൻ്റെ പട്ടി. പിന്നെ അവന് വേണ്ടി ഞാനിവിടെ ആർമർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ടൂൾസൊന്നും ആയിട്ടില്ല, ഇത്രക്കും മൈനൊന്നും ആക്കിയിട്ടില്ല. പിന്നെ ഇത് അവന് കുതിരനെ സർപ്രൈസ് കൊടുത്തിരുന്നു. പിന്നെ അങ്ങാട് പോകുമ്പോൾ നമ്മളന്ന് കണ്ടുപിടിച്ച സ്കിൽട്ട ഫാമിൽ അതിനെ ഒരു ഫാമാക്കി ഇതിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ കേസ് ഇവിടെ നിന്ന് അടിയിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു എന്താണത് ലാഡറുണ്ട്. അവിടെ നിന്ന് കുറച്ച് അടിയിലോട്ട് പോകുമ്പോൾ നമ്മൾ ആ സ്കെൽട്ടൺ ഫാം, ഇതും ഞാനും കൂടി സെറ്റാക്കിയതാണ്. ഇവിടെ നമുക്ക് XP എടുക്കാം. ഇത് XP ഫാം ആക്കൂല, ഞാനത് ബോൺ ഫാമാണ് അത് ആക്കാൻ. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാം. ഡിസൈനൊക്കെ അവനാണ് ഉണ്ടാക്കിയത്, എങ്ങനെയുണ്ടെന്ന് പറയണം. പിന്നെ മൈനിങ് ഏരിയ അത്രക്കൊന്നും ആയിട്ടില്ല, കുറച്ച് ആയിട്ടുള്ളൂ. അതായത് അടിയിൽ വലിയ കേവൊക്കെയാണ്. അങ്ങോട്ടൊന്നും ഞാൻ ഇതുവരെയും പോയിട്ടില്ല. അതൊക്കെ പിന്നെ പോകാം, അടുത്തൊരു വലിയൊരു വീഡിയോ വരും. അതിനകത്തൊക്കെ നമുക്ക് മൈനിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കാം. എന്താണ് എടുത്തത്, ഞാൻ എൻ്റെ മേളിൽ എങ്ങനെയും പറഞ്ഞ് ഇറട്ടെ. ഓക്കെ ഗൈസ് നീറ്റ് ആവാറായി. എന്ത് സീനാണല്ലേ. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ബ്ലോക്കാണ്, ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്ക് നോക്കി. അയ്യോ സൂര്യൻ താന്ന് പോണേ, നിന്ന് പോക്കാച്ചൂരിക്ക്. ഞാൻ സ്ലീപ്പിട്ട് വരാം ഗൈസ്. ഉറങ്ങിച്ച് ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ. ഇനി അവനും കൂടി മഞ്ഞ ചെയ്യണമെങ്കിൽ, അതായത് അപ്പുറത്തൊരു വില്ലേജ് ഉണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വില്ലേജറിനെ അവിടെ തന്നെയാണ് ഫാംസൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ബ്രീഡറൊക്കെ സെറ്റാക്കി അവിടെ തന്നെ വെക്കും. എന്നിട്ട് ഇവിടെ നിന്ന് വലിയൊരു പാല് അപ്പുറത്തോട്ട് പോകും. ഇത്ര ഒന്നും ഉണ്ടാവില്ല, അത് ചെറുത്, അതായത് ഏകദേശം ഇത്രയും. അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് എൻ്റെ ആയിട്ട് അവിടെ അപ്പുറം ഫാം ഏരിയാസൊക്കെ ആയിക്കൊള്ളൂ, ഫുള്ള് ഫാം ആയിക്കൊള്ളൂ. ലാഗടിച്ച് കയറും, ഫോണൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമുക്കപ്പോൾ ഔട്ടർ പറയാൻ ഇവിടെ നിന്ന് പറയും, നമുക്ക് ഇവിടെ നിന്ന് പറയാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ
കണ്ടു നിന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോ ഇടാൻ പറ്റുള്ളൂ. വെക്കേഷനൊക്കെയാണ് വരാൻ പോണത്, പൊളിക്കണം ഗേസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ പേരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ ഉണ്ട്. അപ്പോൾ മാക്സിമം ലൈക്കൊക്കെ അടിച്ച് സബ്സ്ക്രൈബൊക്കെ അടിച്ച് ഷെയറൊക്കെ ചെയ്ത് ഭയങ്കര പവറാക്കട്ടെ. മലയാളീസിൻ്റെ പവറും ഗെയിമേഴ്സിൻ്റെ പവറൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്.